യെസ്, വരണം വരണം. വക്കാലത്ത് നാരായണൻകുട്ടിക്ക് സ്വാഗതം. ഇരിക്കണം, പ്ലീസ് വിസിറ്റ്. സർക്കിൾ ഇൻസ്പെക്ടർ, ഓ ഇവിടെ നിന്ന് പോയല്ലോ. സബ് ഇൻസ്പെക്ടർ ചന്ദ്രൻ സാർ, എന്തിനാണാവോ അടിയനെ വിളിപ്പിച്ചത്? നന്ദി പറയാൻ. സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന എന്നെ സബ് ഇൻസ്പെക്ടർ ആയിട്ട് ഉദ്യോഗ കയറ്റം വാങ്ങി തന്നതിന് ശേഷം നേരിട്ട് വന്നൊരു നന്ദി പോലും പറയാൻ പറ്റിയില്ല. വക്കാലത്ത് താങ്ക്സ് ഉണ്ട്രാ. നിന്നോട് എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടുണ്ടാ. ഔദ്യോഗിക കൃത്യനിർവഹണം എന്താണെന്ന് പഠിപ്പിച്ചു. അബ്കാരി കോൺട്രാക്ട് തന്നുകൊണ്ടിരുന്ന പാരിതോഷികം വാങ്ങിച്ചതിന് ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞ് വിജിലൻസിനെ കൊണ്ട് പിടിപ്പിച്ചു. കൊള്ളി അനധികൃത സ്വത്ത് സമ്പാദിച്ചതിന് ആദായ നികുതി വകുപ്പിൽ പരാതി അടപ്പിച്ചു. എന്നിൽ ജനസേവനം, ദേശീയബോധം, പൗരധർമ്മം, നീതിസാരം, സാമൂഹ്യ നന്മ, പ്രതിബദ്ധത ഒക്കെ ഉണ്ടാക്കി തന്നില്ലേ? നീ ഇതെനിക്ക് പണ്ടേ പഠിപ്പിച്ചു തന്നിരുന്നതിൽ കോമ്പോസിഷനിൽ 10ൽ 11 മാർക്ക് വാങ്ങിച്ചല്ലടാ. വൈകിട്ടാണെങ്കിലും പഠിപ്പിച്ചു തന്നതിൽ നന്ദിണ്ടാ. വക്കാലത്തെ അത് കറക്റ്റ്. മനുഷ്യനല്ലാണ്ടാക്കി നീ എന്നെ. ഞാനിപ്പോ ഒരു ഡ്രാക്കുളടാ, ഡ്രാക്കുള. നിന്റെ ചോര കുടിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ഇങ്ങോട്ട് സ്ഥലമാറ്റം വാങ്ങി വന്നേക്കണേ. ഇത് തിരുവനന്തപുരം തലസ്ഥാനം. ഇവിടെ സ്ഥാനത്ത് കാണണമെങ്കിൽ തലപ്പത്തിരിക്കുന്നവരുടെ മുമ്പിൽ തല കുനിച്ചേ പറ്റൂ. നിന്റെ നിയമം ഇവിടുത്തെ യമകിങ്കരന്മാരുടെ മുമ്പിൽ വില പോവില്ല കുട്ടി. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? അല്ല, ഉടുപ്പി ഹോട്ടല്. നീ അവർക്കെതിരെ പ്രതികരിക്കാന്ന് വിചാരിക്കുമ്പോഴേക്കും നിന്നെ പ്രതിക്കൂട്ടിൽ നിർത്തി കഴിച്ച് ചാമ്പലാക്കും. പട്ടാപകല് പത്മതീർത്ഥത്തിൽ നിന്നെ മുക്കിക്കൊന്നാലും കൈ കെട്ടി നോക്കി നിൽക്കണോടാ. ഞങ്ങളുടെ നാട്ടില് പ്രസംഗം നിർത്തിക്കാനും കൈയടിക്കാറുണ്ട്. എനിക്ക് പോയിട്ട് വരെ പണിയുണ്ട്. അതാണ് അതിന്റെ ശരി. നീ നിന്റെ പണി മര്യാദയ്ക്ക് എടുത്തോ. പോലീസുകാരുടെ പണി അവരെടുത്തോളും. ആ DGP കുര്യൻ സാറിന്റെ മകൾക്കെതിരെ ട്രാഫിക് നിയമ ലംഘനത്തിന് കേസ് ചാർജ് ചെയ്യണോ വേണ്ടേന്ന് ഞങ്ങള് തീരുമാനിക്കും. ഇത് പോലീസ് മാമിന്റെ പണിയാ. അതെയാ, അത് ശരിയാ. നിങ്ങളൊക്കെ വല്യങ്ങത്തിന്റെ പണിക്കാരാണല്ലോ. ടു സെർവ് പീപ്പിൾ ആൻഡ് പ്രൊട്ടക്ട് ലോ എന്ന് നാട് നില എഴുതി വെച്ചോട് മാത്രമായില്ല സാറേ. പോലീസുകാരെ എന്ന നിയമം തെറ്റിച്ച അത് നിസ്സാരമായി തള്ളിക്കളയാൻ നാരായണൻകുട്ടിക്ക് ആവില്ല. ഇതേ സ്വാതന്ത്ര്യം കിട്ടിയ നാടാ. ഓ, ഒന്ന് പതുക്കെ. ശവം അങ്ങാടി തോറ്റൻ അമ്മയുടെ നെഞ്ചത്ത്. കുക്കു, അല്ലേലും നിനക്ക് ഇത്തിരി സ്വാതന്ത്ര്യം കൂടുന്നുണ്ട്. ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ് മമ്മി. അതിലാരും ഇന്റർഫിയർ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. മർഡർ കേസ് വന്നല്ലോ, സില്ലി ട്രാഫിക് ലോ. മതി, 100,000 ആരോപണങ്ങളാ നിന്റെ അപ്പന്റെ പേരിൽ. അപ്പോഴാ മകളുടെ പേരിലും. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് മമ്മി. വെറുതെ അപ്സെറ്റ് ആവല്ലേ. ആരാടാ തെണ്ടി DGPയുടെ മോളോട് കളിക്കാൻ? പക്കാലത്ത് നാരായണൻകുട്ടി. ഓ, സർക്കിളായിരുന്നു നിന്നെ ഡീപ്രൊമോട്ട് ചെയ്ത് സബ് ഇൻസ്പെക്ടർ ആക്കിയ മിടുക്കൻ. അന്ന് ആ ഓർഡർ ക്യാൻസൽ ചെയ്യാൻ ആറന്മുള കണ്ണാടി വരെ പൊതിഞ്ഞോണ്ട് വന്നവനാ നീ. എന്നിട്ടിപ്പോ അവനെ എന്റെ കയ്യിൽ കിട്ടും. പിന്നെ എന്റെ മോടെ നേരെ വിരളി ഊണ്ടിയവന്റെ പേര് കേൾക്കുമ്പോ നെഞ്ചിടിക്കുന്നത് ഇവിടെ കേക്കാം. ഓ, മിന്നലിന്റെ കൂടെ ഇടിയും വേണമല്ലോ അല്ലേ? മിന്നൽ ചന്ദ്ര. സൈനഡാ സാർ സാധനം. നിയമം തെറ്റിക്കുന്നവർ ആ പേര് ഉച്ചരിച്ചാൽ അപ്പ കാഞ്ഞു പോവും. വളരെ സൂക്ഷിച്ചു വേണം സാർ അവനെ കൈകാര്യം ചെയ്യാൻ. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ചെയ്താൽ എസ്റ്റിമേറ്റ് തണ്ടാകും. ഞാനാ ഇടിവെട്ടേറ്റ് പൊള്ളിയവനാ. എന്റെ സ്വഭാവം വെച്ച് ഞാൻ അവനെ നുള്ളാതെ വിട്ടത്. എന്തെങ്കിലും ചെയ്ത സാറിനത് പൊള്ളലേൽക്കുന്ന ഉറപ്പാ. ഇത്തിരി പൊള്ളിയാ പിന്നെ അത് കത്തി ചാമ്പലായെന്ന് പത്രക്കാരെഴുതും. അവർക്കിപ്പോ വക്കാലത്തിന്റെ വാക്കാ വേദാന്തം. അവനൊന്ന് എന്താണോ ഇത് വൃത്തികേട്? തുമ്മ്യാ മതി, കൊടുങ്കാറ്റാണെന്ന് പത്രക്കാരെഴുതും. അവൻ തുമ്മിയാലല്ലേ അവന്റെ ജലദോഷം നമുക്ക് മാറ്റിക്കൊടുക്കാടോ. മരുന്നുണ്ട്, ഒറ്റമൂലി. താന് ആ അയ്യരിയെന്ന് വിളിക്കും.